السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نسألك العفو والعافية والمعافاة. أما بعد, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അൽ-അസ്മാഉൽ ഹുസ്നയിൽ അൽ ഹക്കീം, അൽ ഹകം എന്നീ രണ്ട് പേരുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അൽ ഹക്കീം എന്ന പേര് ഏതാണ്ട് 100ഓളം ഇടങ്ങളിൽ ആവർത്തിച്ചു വന്നതായി കാണാം. ഈ പേര് അള്ളാഹുവിൻ്റെ അൽ ഹക്കീം എന്ന പേര് ഖുർആനിൽ അധികവും നാം കാണുക മറ്റേതെങ്കിലും ഒരു പേരിൻ്റെ കൂടെയാണ്. ഉദാഹരണത്തിന് ഖബീർ എന്ന റബ്ബിൻ്റെ പേരിൻ്റെ കൂടെ, അസീസ് എന്ന പേരിൻ്റെ കൂടെ, അലീം എന്ന പേരിൻ്റെ കൂടെ. അള്ളാഹുവിൻ്റെ ഹിക്മത്തും അതുപോലെ അവൻ്റെ ഹുക്കുമും, ഈ രണ്ട് സിഫത്തുകൾ അള്ളാഹുവിൻ്റെ അൽ ഹക്കീം എന്ന പേരിൽ ഉണ്ട്. ഹകം എന്ന റബ്ബിൻ്റെ പേരാകട്ടെ, അതിൽ അള്ളാഹുവിൻ്റെ ഹുക്കും എന്ന വിശേഷണമാണുള്ളത്. അഥവാ അള്ളാഹു അവൻ്റെതാണ് വിധി, അവനാണ് തീർപ്പ് കൽപ്പിക്കുന്നവൻ. അൽ ഹക്കീം എന്ന റബ്ബിൻ്റെ പേരിൽ ആ സിഫത്ത് കൂടാതെ ഹുക്കും എന്ന വിധി കൽപ്പിക്കുക, തീർപ്പ് കൽപ്പിക്കുക, തീരുമാനമെടുക്കുക എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം കൂടാതെ റബ്ബിൻ്റെ മറ്റൊരു ശ്രേഷ്ഠമായ വിശേഷണമായ ഹിക്മത്തും കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. അൽ ഹക്കീം എന്ന പേരിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എന്ന വിശേഷണവും അതുപോലെ അള്ളാഹുവിൻ്റെ ഹുക്കും എന്ന വിശേഷണവും അടങ്ങിയിട്ടുണ്ട്. എന്താണ് റബ്ബിൻ്റെ ഹിക്മത്ത് എന്നാൽ അവൻ്റെ യുക്തിയാണ്. അള്ളാഹു ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനു പിന്നിൽ അവൻ്റെ അതിമഹത്തായ യുക്തിയുണ്ട്, അവൻ്റെ ലക്ഷ്യമുണ്ട്. നോക്കൂ, ഹുക്മ് അത് പരിപൂർണമായി റബ്ബിൻ്റെതാണ്. ഹിക്മത്ത് അത് ഏറ്റവും പരിപൂർണമായ രൂപത്തിലുള്ളവനാണ്, അതിൻ്റെ പരിപൂർണത ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ വിധി എന്നാൽ, അള്ളാഹു ഹക്കീമാണെന്നാൽ അവൻ്റെ വിധി അത് ഒരു രൂപത്തിൽ മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ വിധിയുണ്ട്. അതുപോലെ റബ്ബിൻ്റെ ദീനിയായ ശർഈയായ വിധിയുണ്ട്. അതുപോലെ റബ്ബിൻ്റെ ജസാഇയായ വിധിയുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ ഖദറിയായ വിധി എന്നാൽ, പ്രാപഞ്ചികമായ വിധി എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിക്കുന്നത് മാത്രമാണ് സംഭവിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുകയുള്ളൂ. അവൻ്റെതാണ് ഹുക്കും, അവൻ്റെതാണ് തീരുമാനം. അവൻ്റെ അടിമകൾക്കിടയിൽ അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു. അള്ളാഹു വിധിച്ചത് എന്താണോ അത് മാത്രമേ അവൻ്റെ പടപ്പുകൾക്കിടയിൽ സംഭവിക്കുകയുള്ളൂ. അവൻ്റെ വിധിയെ തള്ളിക്കളയാനോ അതിനെ തിരിച്ചു മടക്കാനോ അതിനെ ചോദ്യം ചെയ്യുവാനോ ഒരു പടപ്പും തന്നെ ഇല്ല. അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. അള്ളാഹു വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റേത് മാത്രമാണ് വിധി. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ. അവൻ്റെ വിധിയോടൊപ്പം ഒരാളും പങ്കാളികളായി ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ വിധിയെ ചോദ്യം ചെയ്യാൻ ഒരാളും തന്നെയില്ല. അള്ളാഹു പറഞ്ഞു, വല്ലാഹു യഹ്കുമു ലാ മുഅഖിബ ലിഹുക്മിഹി വഹുവ സരീഉൽ ഹിസാബ്. വല്ലാഹു യഹ്കും, അവൻ വിധിക്കും, ലാ മുഅഖിബ ലിഹുക്മിഹി, അവൻ്റെ വിധിയെ തിരുത്താൻ
ഒരാളും തന്നെയില്ല. വഹുവ സരീഉൽ ഹിസാബ്, അവൻ അതിവേഗം കണക്ക് എടുക്കുന്നവനാണ്, അവൻ അതിവേഗം വിചാരണ ചെയ്യുന്നവനാണ്. നോക്കൂ, സൃഷ്ടികളിൽ അവൻ്റെ വിധി ഒരു അർത്ഥശങ്കക്കുമിടയില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ, ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാകാതെ നടപ്പിലാകും. ഈ അള്ളാഹുവിൻ്റെ ഹുക്മെന്ന അവൻ്റെ വിശേഷണം, അതിലടങ്ങിയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു വിധികർത്താവാണെന്നാൽ കാണാത്ത കേൾക്കാത്ത ആരെങ്കിലും വിധികർത്താവാകുമോ? ഇല്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നു, അവനെല്ലാം അറിയുന്നു, അവനവൻ ഉദ്ദേശിക്കുന്നത് പോലെ സംസാരിക്കുന്നവനാണ്. പോലെയുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ സമഅ് പോലെ, ബസർ പോലെ, അവൻ്റെ സംസാരം പോലെയുള്ള വിശേഷണങ്ങൾ അതുകൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ. കാരണം അങ്ങനെയുള്ളവൻ മാത്രമാണ് വിധി കൽപ്പിക്കുക, അവൻ മാത്രമാണ് വിധി കൽപ്പിക്കുക. അവൻ്റെ പ്രപഞ്ചത്തിലെ വിധി, ഖദരിയായ വിധി. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ഷറഇലുള്ള വിധിയാണ്. അള്ളാഹുവിൻ്റെ ദീൻ റബ്ബിൻ്റെ വിധിയാണ്, അവൻ്റെ ഹുക്കുമാണ്, അവൻ തീരുമാനിച്ചിട്ടുണ്ട്, അവൻ്റെ തീരുമാനമാണത്. ഈ ഷറഅ് അത് ഏറ്റവും നല്ല ഷറഅാണ്, അവൻ്റെ വിധിയാണ് യഥാർത്ഥത്തിൽ, അവൻ്റെ ഹുക്കുമാണ് അവൻ്റെ ദീൻ. എന്നാൽ ആദ്യം പറഞ്ഞ ഹുക്കുമും ഈ പറഞ്ഞ ഹുക്കുമും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് സൃഷ്ടികളെല്ലാവരും ഈ വിധി അനുസരിക്കും എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അത് അനുസരിക്കുന്നവരും ഉണ്ടാകും, അനുസരിക്കാത്തവരും ഉണ്ടാകും. അനുസരിക്കുന്നവൻ അനുസരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ വിധി കൊണ്ടാണ്. അനുസരിക്കാത്തവൻ അനുസരിക്കാത്തതും അള്ളാഹുവിൻ്റെ നേരത്തെ പറഞ്ഞ ഖദറിലുള്ള വിധി കൊണ്ടാണ്. മൂന്നാമത്തെ റബ്ബിൻ്റെ വിധി എന്നത് ജസായിയായ വിധിയാണ്. എന്താണത്? റബ്ബിൻ്റെ പ്രതിഫലമാകുന്ന വിധി. ഈ ലോകത്തും പരലോകത്തും നന്മ തിന്മകൾക്ക് അതിൻ്റെ പ്രതിഫലം നൽകുന്ന വിധികർത്താവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, റബ്ബ് മാത്രമാണ്. ഈ ലോകത്തും അവനാണ് വിധി കൽപ്പിക്കുക, അതുപോലെ പരലോകത്തും അള്ളാഹു റബ്ബുൽ ആലമീനാണ് അവൻ്റെ സൃഷ്ടികൾക്കിടയിൽ വിധി കൽപ്പിക്കുക. സ്വർഗക്കാരെ സ്വർഗത്തിലാക്കുന്ന റബ്ബിൻ്റെ വിധി, നരകക്കാരെ നരകത്തിലാക്കുന്ന റബ്ബിൻ്റെ വിധി. ഈ വിധിയെല്ലാം അള്ളാഹുവിൻ്റെ ഹുക്കുമിൻ്റെ ഭാഗമാണ്. നോക്കൂ, നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താണ്? ഖദറിലുള്ള അള്ളാഹുവിൻ്റെ വിധി, അഥവാ ഈ ലോകത്തെ കാര്യങ്ങളെല്ലാം, അവൻ്റെ സൃഷ്ടികൾക്കിടയിൽ നടക്കുന്നതെല്ലാം റബ്ബിൻ്റെ വിധി അനുസരിച്ചാണ്. രണ്ടാമത്തത് ശറഅാകുന്നവൻ്റെ വിധി, ദീനാകുന്ന റബ്ബിൻ്റെ വിധി. മൂന്നാമത്തേത് എന്താ? ജസായിയായ വിധി, അതിനുള്ള പ്രതിഫലം, അതും അള്ളാഹുവിൻ്റെ വിധിയാണ്. അവനാണ് ഹക്കീം, അവനാണ് ഹകം. ഹുക്കും എന്നത്, വിധി കൽപ്പിക്കുക എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അവൻ്റെ വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, അള്ളാഹു അല്ലാത്തവർക്ക് വിധി കൽപ്പിക്കാനുള്ള അവകാശമില്ല. വിധി കൽപ്പിക്കാനുള്ള അവകാശം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. നോക്കൂ, അള്ളാഹു പറയുന്നത് ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, അള്ളാഹുവിൻ്റെതാണ് ഏറ്റവും മുകളിലുള്ളവനായ ഏറ്റവും വലിയവനായ റബ്ബിൻ്റെതാണ് വിധി. വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറ വലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ. അള്ളാഹു പറയുന്നു, വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറ, തുടക്കത്തിലും ഒടുക്കത്തിലും ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് വിധി. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടങ്ങിപ്പോവുക. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സൃഷ്ടിപ്പ് തുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു അവനെ ഹംദ് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ഖുർആനിൽ സൂറത്തുൽ അൻആം തുടങ്ങുന്നത് അങ്ങനെയാണ്. ആകാശഭൂമികളെ പടച്ച അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. ഇത് സൃഷ്ടിപ്പിൻ്റെ തുടക്കം പറഞ്ഞെടുത്താണ്. ഇനി നോക്കൂ നിങ്ങൾ, ഒടുക്കം പറഞ്ഞെടുത്ത് സ്വർഗക്കാരെ സ്വർഗത്തിലേക്ക്, നരകക്കാരെ നരകത്തിലേക്കാക്കുന്ന ആ രംഗത്തെക്കുറിച്ച് സൂറത്തു സുമറിലെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, കാഫറുകളായ ആളുകളെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി തെളിച്ചു കൊണ്ടുപോകുന്ന രംഗം. വസീഖല്ലദീന ഇത്തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, അള്ളാഹുവിനെ റബ്ബിനെ സൂക്ഷിച്ചവരെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടുന്ന രംഗം.
അവസാനം റബ്ബ് നോക്കൂ, അത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. തുടക്കം പറഞ്ഞെടുത്തും ഒടുക്കം പറഞ്ഞെടുത്തും അവനാകുന്നു ഹംദ്. കാരണം റബ്ബിൻ്റെ ഏത് വിധിയുണ്ടോ അതിലെല്ലാം സ്തുതിക്കപ്പെടാൻ മാത്രം അർഹനാണ് റബ്ബ്. കുറ്റം പറയാനോ അവൻ്റെ വിധിയെ ചോദ്യം ചെയ്യുവാനോ ഒരാൾക്കും അവകാശമില്ല, അത് പാടില്ല. ഒരു മുസ്ലിമിന് സന്തോഷം വന്നാൽ അവൻ പറയും അൽഹംദുലില്ലാഹ്. അവന് പ്രയാസകരമായ ഒരു കാര്യം സംഭവിച്ചാൽ അവൻ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് ഹംദ്. ഏതേത് സമയത്തും അവന് ഹംദിന് മാത്രം അവകാശപ്പെട്ടവനാണ് അവൻ. അവൻ്റെ ഏത് വിധിയിലും അവൻ ഹംദിന് അർഹതപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നോക്കൂ നമ്മൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. അവൻ്റെതാണ് മുൽക്ക്, അധികാരം മുഴുവൻ അവൻ്റെതാണ്. എന്നാൽ അവൻ്റെ മുൽക്കിൽ, അവൻ്റെ സൃഷ്ടികളിൽ അവൻ ചെയ്യുന്ന ഏതേത് കാര്യമുണ്ടോ അതിനൊക്കെ പിന്നിൽ അവൻ്റെ ഹിക്മത്തുണ്ട്, അവൻ്റെ യുക്തിയുണ്ട്. അതുകൊണ്ട് അവൻ ഹംദിന് മാത്രം അർഹതപ്പെട്ടവനാണ്. നമുക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും, അതിൻ്റെ പിന്നിലെ ഹിക്മത്ത് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും, എത്രത്തോളം യാ സുബ്ഹാനല്ലാഹ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതായത് ഒരു പ്രയാസം ഒരാൾക്ക് ബാധിച്ചു, വേദനിപ്പിക്കുന്ന വല്ല വിധിയും അള്ളാഹുവിൻ്റെ വിധിയാൽ അയാൾക്ക് സംഭവിച്ചു. വേദനിപ്പിക്കുന്ന വല്ല കാര്യവും അള്ളാഹുവിൻ്റെ വിധിയാൽ ഒരാൾക്ക് സംഭവിച്ചു. പ്രിയപ്പെട്ടവരുടെ മരണമോ സാമ്പത്തികമോ മറ്റോ ആയ നഷ്ടമോ ആരോഗ്യം ഇല്ലാതായി പോവുക, രോഗം സംഭവിക്കുക പോലെയുള്ള എന്തെങ്കിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരാൾക്ക് സംഭവിച്ചു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട്, അവൻ്റെ യുക്തി അതിനു പിന്നിലുണ്ട്. അവൻ നിനക്ക് ഷർറ് ഉദ്ദേശിച്ചു എന്ന് നീ അതുകൊണ്ട് വിചാരിക്കേണ്ടതില്ല. അള്ളാഹു സ്വർഗവാസികളെ സ്വർഗത്തിലാക്കുന്നത് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടാണ്, അവൻ്റെ ഔദാര്യം കൊണ്ടാണ്. നരകക്കാരെ നരകത്തിലാക്കുന്നത് അള്ളാഹുവിൻ്റെ ആദില് കൊണ്ടാണ്, അവൻ്റെ നീതി കൊണ്ടാണ്. സ്വർഗം അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്, ഒരാളുടെയും അവകാശമല്ല. അമലുകൾ അതിൻ്റെ കാരണം മാത്രമാണ്. നരകക്കാരെ നരകത്തിലാക്കുന്നത് പരിപൂർണമായ നീതി കൊണ്ടാണ്. ലോകരെ മുഴുവൻ അള്ളാഹു നരകത്തിലിട്ടാലും അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, സ്വർഗം എന്നത് അള്ളാഹുവിൻ്റെ ഫദ്ലിനാൽ ഔദാര്യത്താൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് നോക്കൂ, സ്വർഗക്കാരെ സ്വർഗത്തിലേക്കും നരകക്കാരെ നരകത്തിലേക്കും അവരവിടെ ആയതിനു ശേഷം പറയപ്പെടുന്ന വാക്കെന്താണ്? വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഖീല പറയപ്പെടും. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. നരകവാസികളുടെ ഖൽബിൽ പോലും യഥാർത്ഥത്തിൽ എന്തേ തോന്നുകയുള്ളൂ? അള്ളാഹുവിനോടുള്ള ഹംദ് മാത്രമേ തോന്നുകയുള്ളൂ. എന്തുകൊണ്ടാണ്? അവൻ്റെ നീതി അവൻ പരിപൂർണമാക്കിയിരിക്കുന്നു. ഒരു തരിമ്പും അവൻ ഒരാളോടും അനീതി ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയപ്പെട്ടു. അതാണ്, അഥവാ സകലർക്കും ബോധ്യപ്പെടുന്ന കാര്യം അതാണ്. അവൻ ഒരാളോടും അനീതി പ്രവർത്തിച്ചിട്ടില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ വിധി ദുനിയാവിൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിധിയാണ് യഥാർത്ഥ വിധി എന്ന് പറയുന്നത്. ശറഅൻ, മതപരമായി ആളുകൾ യഥാർത്ഥത്തിൽ വിധി തേടി പോകേണ്ടതും വിധി സ്വീകരിക്കേണ്ടതും ആരുടെ വിധിയാണ്? അള്ളാഹുവിൻ്റെ വിധിയാണ്. അതിന് ബാധ്യതപ്പെട്ടവരാണ് ജനങ്ങൾ. അള്ളാഹു പറഞ്ഞത് നോക്കൂ, വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ. ഏതൊരു കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാലും ഫഹുക്മുഹു ഇലല്ലാഹ്, അതിൻ്റെ വിധി അള്ളാഹുവിലേക്കാണ്. അള്ളാഹു അല്ലാത്തവരുടെ വിധിയാണ് അത് തേടിപ്പോവുക എന്നത് വലിയ അക്രമങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു പറഞ്ഞു നോക്കൂ, അഫഹുക്മൽ ജാഹിലിയ്യതി യബ്ഗൂൻ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യുഖിനൂൻ. ജാഹിലിയ്യത്തിൻ്റെ വിധിയാണോ അവർ തേടിപ്പോകുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യുഖിനൂൻ. അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിനേക്കാൾ നല്ല വിധി കൽപ്പിക്കുന്ന മറ്റാരുണ്ട്? ഇത് അത്തഹാക്കുമു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് വിധി തേടി പോവുക എന്നത് തൗഹീദിൻ്റെ ഭാഗമാണ്. അഥവാ അള്ളാഹുവിൻ്റെ വിധി തേടി പോവുക. റബ്ബിൻ്റെ വിധിയല്ലാത്തത് തേടിപ്പോകാതിരിക്കുക എന്നത് തൗഹീദിൻ്റെ ഭാഗമാണത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്തത് കൊണ്ട് വിധിക്കുന്നവരെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവർ കാഫറുകളാണെന്നും ഫാസിഖുകളാണെന്നും ളാലിമുകളാണെന്നും പറഞ്ഞത്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ചില സന്ദർഭങ്ങളിൽ അത് കുഫറായി പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാവും. ചില സന്ദർഭങ്ങളിൽ അത് കുഫറാവുകയില്ല, ദുൽമാകും, അക്രമമാകും. ചില സന്ദർഭങ്ങളിൽ അത് ഫിസ്ഖാകും, അഥവാ അത് ധിക്കാരമായി തീരും. അത് 3 സന്ദർഭങ്ങളിൽ അങ്ങനെയുണ്ട്. ഈ വിഷയം
ചില പിഴച്ച കക്ഷികൾ തെറ്റായി മനസ്സിലാക്കുകയും അവരുടെ വാദം തെറ്റായി ഇത് ഈ വഴിക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് തന്നെ ഖവാരിജികൾ അവർ പറഞ്ഞു, ഇന്നൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ വിധി കൽപ്പിക്കാൻ അവകാശമില്ല. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അല്ലാഹു അല്ലാതെ അല്ലാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്തതുകൊണ്ട് വിധിക്കുന്നവരാരോ അവർ കാഫറുകളാണ് എന്നീ ആയത്തുകൾ ഓതുകയും എന്നിട്ട് മുസ്ലിമീങ്ങൾ അവർ കാഫറുകളാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആയത്തുകൾ ഓതിയിട്ട് യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ വിവക്ഷ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹാ ബാത്തിൽ, പറഞ്ഞ വാക്ക് സത്യമാണ്, പക്ഷെ അവരതുകൊണ്ട് ഉദ്ദേശിച്ചത് ബാത്തിലാണ്. പറഞ്ഞ വാക്ക് സത്യമാണ്, പക്ഷെ ഉദ്ദേശിച്ചത് ബാത്തിലാണ്. ഇക്കാലത്തും ആ രൂപത്തിൽ അതിനെ തെറ്റായി മനസ്സിലാക്കുന്നവരുണ്ട്. അള്ളാഹു അവതരിപ്പിച്ച നിയമം അതാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. വ്യക്തികൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ, അതുപോലെ തങ്ങൾ കുടുംബജീവിതത്തിൽ, ഭരണാധികാരി തൻ്റെ ഭരണീയർക്കിടയിൽ, ഇതിലൊക്കെ നടപ്പിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അതേസമയം അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്തത് മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ ഒരു ഭരണാധികാരി നടപ്പിലാക്കുകയാണ് എന്ന് സങ്കല്പിക്കുക, മുസ്ലിമായ ഒരു ഭരണാധികാരി നടപ്പിലാക്കുകയാണ് എന്ന് സങ്കല്പിക്കുക, അഥവാ അള്ളാഹു പറഞ്ഞിട്ടുള്ള ശിക്ഷാവിധികൾ അത് ഒരു ഭരണാധികാരി അത് നടപ്പിലാക്കുന്നില്ല, മറിച്ച് മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ്. എന്താണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധി? അത് നേരത്തെ പറഞ്ഞ ആയത്തുകൾ പ്രകാരം ആ വിധി അള്ളാഹു അവതരിപ്പിച്ചതുപോലെയാണ് എന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിയേക്കാൾ നല്ലതാണ് അത് എന്ന് വിശ്വസിച്ചാൽ അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, സംശയമില്ല. അതേസമയം അങ്ങനെ വിശ്വാസമില്ല, മറിച്ച് അയാൾ ഭൗതികമായ മറ്റു വല്ല പ്രേരണയുടെയും പുറത്ത് അയാളുടെ വിശ്വാസം അള്ളാഹു അവതരിപ്പിച്ചതാണ് ഏറ്റവും നല്ല വിധി, അതിനെ പോലെ ഒരിക്കലും മനുഷ്യനിർമ്മിത നിയമങ്ങളാവുകയില്ല എന്ന വിശ്വാസത്തോടെയാണ് അയാൾ മനുഷ്യനിർമ്മിത നിയമങ്ങൾ വിധിയായി നടപ്പിലാക്കുന്നതെങ്കിൽ അയാൾ കാഫിറായി പോവുകയില്ല, മറിച്ച് അയാൾ ചെയ്യുന്നത് പാപമാണ്, വലിയ തെറ്റാണ്. എന്നാൽ ഈ വേർതിരിവ് പറയാതെ ഭരണാധികാരികളെ ഒന്നടങ്കം മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ കാഫിറാക്കുക എന്നത് കടുത്ത പിഴവാണ്, അത് വലിയ അബദ്ധവും അത് ഖവാരിജികളുടെ വാദഗതിയുമാണ്. അവർ ഒരു പടി കൂടി കടന്ന് എന്ത് ചെയ്യും? ആ ഭരണാധികാരികളെ മാത്രമല്ല അവരുടെ കീഴിൽ ജീവിക്കുന്ന ഭരണീയരെ കൂടി കാഫിറാക്കി കളയും. മനസ്സിലായില്ല? അവരുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളെ കൂടി അവരതിൻ്റെ പേരിൽ കാഫിറാക്കി കളയും. അത് തെറ്റാണ്. അതേസമയം ഈ രൂപത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇതിന് ധാരാളക്കണക്കിന് തെളിവുകൾ നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുഫ്റുൻ ദൂന കുഫ്റുൻ, അത് കുഫറിന് താഴെയുള്ള കുഫറാണ്, അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല, മറിച്ച് അതിന് താഴെയുള്ള കുഫറാണ് എന്ന് സഹാബികൾ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിധി കൊണ്ടാണ് വിധിക്കേണ്ടത്. അതാണ് എല്ലാവരും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നോക്കൂ, അള്ളാഹുവിൻ്റെതാണ് വിധി എന്നതുകൊണ്ട്, പ്രപഞ്ചത്തിൽ നടപ്പിലാവുക അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നതുകൊണ്ട് അവൻ മാത്രമാണ് ഇലാഹ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. നോക്കൂ, അള്ളാഹു പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമാണ് വിധി കൽപ്പിക്കാനുള്ള അവകാശം, അവൻ്റെ വിധി മാത്രമാണ് നടപ്പിലാവുക. അമറ, അവൻ കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറഞ്ഞത് വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെ നീ വിളിച്ചു തേടരുത്. ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധനക്കർഹനില്ല. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹ്, അവൻ്റെ വജ്ഹ് അല്ലാതെ, അവനല്ലാതെ സകലതും നശിച്ചു പോകുന്നതാണ്. ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ, അവൻ്റെതാണ് വിധി, അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതുകൊണ്ട് അവനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. പടപ്പുകളെല്ലാം അവരുടെ വിധിയാണ്, അവരിൽ നടപ്പിലാവുക അള്ളാഹുവിൻ്റെ വിധിയാണ്. അതുകൊണ്ട് വിധികർത്താവായ റബ്ബിനെയാണ് നീ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് വിധികർത്താവ്, ഏറ്റവും വലിയ വിധികർത്താവ് എന്ന ആശയം വരുന്ന പേരുകൾ പോലും വിലക്കപ്പെട്ടത്. ഉദാഹരണത്തിന് ഖാദി ഖുലാത്ത്, ഖാദിമാരുടെ ഖാദി, അതുപോലെ മലിക്കുൽ അംലാഖ്, രാജാക്കന്മാരുടെ എല്ലാം രാജാവ്, അതിന് സമാനമായ പേരാണ് എന്ന് സലഫുകൾ പറഞ്ഞിട്ടുള്ള വേറെ ഭാഷയിലെ പേരുകളുണ്ട്. സമാനമായ അർത്ഥം വരുന്ന വേറെ ഭാഷയിലെ പേരുകൾ പോലും സൃഷ്ടികൾക്ക്
യോജിക്കുകയില്ല. ഉദാഹരണത്തിന് ഷഹൻഷാ, മുൻഗാമികൾ താബികളും മറ്റും പറഞ്ഞതാണത്. മലിക്കുൽ മുലൂക്ക് പോലെയുള്ള പേരിനോട് സമാനമായ പേരാണ്. അഥവാ രാജാക്കന്മാരുടെ രാജാവ് എന്ന അർത്ഥത്തിലുള്ള പേര്. അത് സൃഷ്ടികൾക്ക് കൊടുക്കുക എന്നത് തെറ്റാണത്, ശരിയല്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അബൂ ശുറൈഹ് എന്ന സഹാബി വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹാനി എന്നായിരുന്നു, ഹാനി ഇബ്നു യസീദ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുമ്പോൾ, ആദ്യമായി നബിയുടെ അരികിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ വിളിക്കുകയാണ് അബുൽ ഹക്കം എന്ന്. അബുൽ ഹക്കം, ഹക്കം എന്നാൽ വിധികർത്താവ് എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ തആല ഹുവൽ ഹക്കം, അല്ലാഹുവാണ് അൽ ഹക്കം, വിധികർത്താവ് റബ്ബാണ്. വഇലൈഹിൽ ഹുക്ം, അവനിലേക്കാണ് വിധി തേടി പോകേണ്ടത്, വിധിയെല്ലാം അവൻ്റെതാണ്. ഫലിമ തുകന്ന അബൽ ഹക്കം, എന്താണ് താങ്കളെ അബുൽ ഹക്കം എന്ന് ജനങ്ങൾ കുനിയത്ത് വിളിക്കാനുള്ള കാരണം? അപ്പം അദ്ദേഹം പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. ഇന്ന ഖൗമി ഇദ ഇഖ്തലഫു ഷൈഇൻ, എൻ്റെ ജനങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ അതൗനി, എൻ്റെ അരികിലേക്ക് വരും. ഫഹകംതു ബൈനഹും, ഞാൻ അവർക്കിടയിൽ ഒരു തീർപ്പ് പറയും. ഫറദിയ കിലൽ ഫരീഖൈൻ, രണ്ടു കൂട്ടർക്കും ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് തൃപ്തിയായിരിക്കും. ഇങ്ങനെ ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രശ്നം പരിഹരിക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഹ്സന ഹാദ, അതെത്ര നല്ല കാര്യമാണ്, അത് വളരെ നല്ല കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമാ ലക മിനൽ വലദ്, എത്ര കുട്ടികളുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലീ ശുറൈഹ് വ മുസ്ലിം വ അബ്ദുല്ലാഹ്, മൂന്ന് മക്കളുടെ ആൺമക്കളുടെ പേര് പറഞ്ഞു, ശുറൈഹ്, മുസ്ലിം, അബ്ദുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫമൻ അക്ബറുഹും, അവരിൽ മൂത്ത ആളാരാൻ? ഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശുറൈഹ്, ശുറൈഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅൻത അബൂ ശുറൈഹ്, നീ ആരാൻ? അബൂ ശുറൈഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അബൂ ശുറൈഹ് എന്ന് കുനിയത്ത് വിളിക്കുകയാണ്. അദ്ദേഹം, ഈ സഹാബി ഈ പേരിലാണ് പിന്നീട് പ്രസിദ്ധനായ, അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹം പ്രസിദ്ധനായത്. നോക്കൂ നിങ്ങൾ, അബുൽ ഹക്കം എന്ന കുനിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റുകയാണ്. മോശം പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയതുപോലെ മോശമായ കുനിയത്തുകൾ തിരുത്തിയിട്ടുണ്ട്. എന്നാൽ കുനിയത്ത് എന്നാൽ ഒരാളുടെ അബു എന്നോ എന്നോ ചേർത്ത് വിളിക്കുന്നതാണ്. ഉദാഹരണത്തിന് അബ്ദുള്ള എന്ന മകനുള്ള ഒരാളെ അബു അബ്ദില്ല എന്ന് വിളിക്കാൻ, അബ്ദുള്ള എന്ന മകനുള്ള ഒരു സ്ത്രീയെ അബ്ദില്ല എന്ന് വിളിക്കുന്നത് പോലെ. ആ പേരിൽ കുട്ടി ഉണ്ടായാലേ കുനിയത്ത് വിളിക്കാവൂ എന്നില്ല. ആ പേരിൽ കുട്ടി ഉണ്ടായാലേ കുനിയത്ത് വിളിക്കാവൂ എന്നില്ല. കാരണം നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ കുനിയത്താണ് അബ്ദില്ല. അവർക്ക് അബ്ദുള്ള എന്ന മകൻ ഉണ്ടായിട്ടില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ ജനിച്ചിട്ടില്ല. അബ്ദുള്ള എന്ന് വിളിച്ചത് സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകൻ അബ്ദുള്ള ഇബ്ൻ അസ്സുബൈർ ബിൽ അവ്വാം, അബ്ദുല്ലാഹ് ഇബ്ൻ അസ്സുബൈർ എന്ന സഹാബി, അദ്ദേഹം സഹാബിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാഇൻ്റെ മകനാണ്. അവരിലേക്ക് ചേർത്തിയിട്ടാണ്, അദ്ദേഹത്തിലേക്ക് ചേർത്തിയിട്ടാണ്, അതായത് ഉമ്മയുടെ സഹോദരിയിലേക്ക് ആണ് അദ്ദേഹം ചേർത്തപ്പെട്ടത്. സഹോദരിയുടെ മകനെ ചേർത്ത് അബ്ദില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കുനിയത്ത് വിളിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വിവാഹം കഴിച്ച് മക്കളുള്ള ആൾക്കേ കുനിയത്ത് വിളിക്കാവൂ എന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ സഹോദരൻ, ചെറിയ കുട്ടിയായിരുന്ന സഹോദരനെ വിളിച്ചിട്ടുണ്ട് അബു ഉമൈർ എന്ന്. ആ കുട്ടിക്ക് കളിക്കുന്ന ചെറിയൊരു കുരുവി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ, ആ കുരുവിയുടെ കൂടെ ഇങ്ങനെ കളിക്കുമായിരുന്നു, അതിനെ വെച്ച് കളിക്കും. ആ കുരുവി ഒരിക്കൽ ചത്തുപോയി. വിഷമിച്ചിരിക്കുന്ന കുട്ടിയുടെ അരികിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, ഓ അബു ഉമൈർ, നിന്റെ കുരുവിക്ക് എന്തു പറ്റി? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുഖാലിതുനാ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുമായി കൂടി ചേർന്ന് അത്രയും ഊഷ്മളമായി നമ്മോട് പെരുമാറുമായിരുന്നു. ഹത്താ യഖൂല ലി അഖിൻ ലി സഗീർ യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, എത്രത്തോളം എന്നാൽ എൻ്റെ ചെറിയ സഹോദരൻ്റെ അരികിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരെ പറയാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠമായ ഉന്നതമായ സ്വഭാവം നോക്കൂ നിങ്ങൾ. ആരാണിത്? അല്ലാഹുവിൻ്റെ റസൂലാണ്, അവരിൽ ഏറ്റവും ഉത്തമരാണ്, ജനങ്ങളുടെ ഭരണാധികാരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെല്ലാം ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ആ ചെറിയ കുട്ടിയുടെ അരികിൽ അത് കളിച്ചുകൊണ്ടിരുന്ന കുരുവി ചത്തുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കാൻ, യാ അബാ ഉമൈർ, ഓ അബൂ ഉമൈർ മാ ഫഅലൻ നുഗൈർ, എന്തു പറ്റി നിന്റെ
കുരുവിക്ക് ധാരാളക്കണക്കിന് ഗുണപാഠങ്ങളുള്ള ഒരു ഹദീസാണ്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ പൂർണ്ണമായ ഭാഗം എടുത്തു വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. 100 കണക്കിന് ഫായിദകൾ, ഗുണപാഠങ്ങളുള്ള ഒരു ഹദീസാണ് ഇത്. ശ്രേഷ്ഠമായ ഹദീസാണ്. അതിലെ ഒരു ഗുണപാഠമാണിത്. എന്ത്? കുനിയത്ത് വിളിക്കാമെന്നത്. അതുപോലെ കുഞ്ഞത്ത് വിളിക്കണമെങ്കിൽ ആ പേരിൽ കുട്ടി ഉണ്ടാകണമെന്നില്ല. ചെറിയ കുട്ടികളെ കുഞ്ഞത്ത് വിളിക്കാമെന്നത്. ഇത് മാത്രമല്ല, പല പണ്ഡിതന്മാരും കുട്ടികൾക്ക് കുഞ്ഞത്ത് അധികമായി വിളിക്കൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടിക്ക് പേരിൻ്റെ കൂടെ ഒരു കുഞ്ഞത്ത് വിളിക്കുക എന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഒന്ന്, അതുകൊണ്ടുള്ള ഖൈർ, ഇരട്ടപ്പേര് വേറെ ഇരട്ടപ്പേര് വരാതിരിക്കുമെന്നതാണ്. മോശമായ പേര് വരാതിരിക്കാൻ അത് നല്ലതാണ്. രണ്ടാമത്തെ അതിലെ ഗുണപാഠം, കുട്ടി ദീർഘകാലം ജീവിക്കുകയും അതിന് മക്കൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന ഒരു ശുഭപ്രതീക്ഷ അതിലുണ്ട്. തഫാഉൽ എന്നത് ദീനിൽ ഉള്ളതാണ്. എന്താണ് തഫാഉൽ എന്നാൽ? ശുഭപ്രതീക്ഷ. അത് നല്ലതാണ്. അതേസമയം ദുശകുനം ദീനിലില്ല. തശാഉം ദീനിലില്ല, തഫാഉൽ ദീനിലുണ്ട്. എന്താണ് തഫാഉൽ എന്നാൽ? ഫഅൽ നോക്ക്. ഫഉൽ എന്നാൽ ശുഭസൂചകങ്ങളായ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഒരു വാക്ക് കേൾക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല പേര് കേൾക്കുക, നല്ല വാക്കുകൾ കേൾക്കുക, അതിനാണ് ഫഅൽ എന്ന് പറയുക. ശുഭസൂചകമായ കാര്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി, അതിൻ്റെ സംസാരത്തിനിടയിൽ, സന്ധി നടന്നിട്ടില്ല, ഇങ്ങനെ ഒരാൾ വരുന്നു സംസാരിക്കാൻ. അപ്പോഴാണ് സുഹൈൽ ഇബ്നു അംർ വരുന്നത്. സുഹൈൽ ഇബ്നു അംർ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ വരികയാണ്. സുഹൈൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹൽ അല്ലാഹു അംറക്കും, അള്ളാഹു നിങ്ങളുടെ കാര്യം എളുപ്പമാക്കിയിരിക്കുന്നു, സഹലാക്കിയിരിക്കുന്നു. അയാളുടെ പേരെന്താണ്? സുഹൈൽ എന്നാണ്. സുഹൈൽ എന്ന പേരുള്ള, എളുപ്പം എന്ന കാര്യം സൂചിപ്പിക്കുന്ന പേരുള്ള സുഹൈൽ ചർച്ചയ്ക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതുകൊണ്ട് സഹൽ അല്ലാഹു അംറക്കും, അള്ളാഹു നിങ്ങളുടെ കാര്യം എളുപ്പമാക്കിയിരിക്കുന്നു. ശുഭസൂചകങ്ങൾ അത് ദീനിൽ നല്ല കാര്യമാണ്. ഫഅൽ എന്നത് തഫാഉലൻ. അതേസമയം ദുശഗുണം എന്തില്ല? ദീനിലില്ല. ഇറങ്ങി വരുമ്പോൾ ഗൻ്റെ മുഖം കണ്ടപ്പം തന്നെ ഞാൻ വിചാരിച്ചിരുന്നു കാര്യം നടക്കൂല, ഇല്ല, അത് പാടില്ലാത്തതാണ്. മോശമായ ശകുനം. ഇറങ്ങി വരുമ്പോൾ പൂച്ച കുറുകെ ചാടിയാൽ അത് ദുശഗുണമായി കാണുക. മൈനെ ഒറ്റയെ കണ്ടാൽ നല്ലത്, ഇരട്ടയെ കണ്ടാൽ മോശം, അല്ലെങ്കിൽ നേരെ തിരിച്ച്. അത് തീറത്താണ്, ദുശഗുണമാണ്, പക്ഷി ശകുനമാണ്, ഷിർക്കാണത്. ആ വിശ്വാസം അത് ഷിർക്കാണ്, ഷിർക്കിൻ്റെ വിശ്വാസമാണ്. അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൽ വന്ന് ഇങ്ങനെ പോയാൽ അവൻ പറയുക അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. അല്ലാഹുവേ, നിന്റെ ശകുനമല്ലാതെ ഒരു ശകുനമില്ല, നിന്റെ ഖൈറല്ലാതെ ഒരു ഖൈറില്ല, നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. സഹാബിമാരിൽ ചിലർ പറഞ്ഞത് കാണാം, ചിലരുടെ മനസ്സിൽ ചിലപ്പോൾ പിശാച് ഇതുപോലെ വല്ലതും കൊണ്ട് കൊളുത്തിയേക്കും, അത് പെട്ടെന്ന് പോയേക്കും, അതിൽ നിനക്ക് കുറ്റമില്ല. മറിച്ച് നീ ശകുനത്തിൻ്റെ ആളായി, ശിർക്കിൻ്റെ ആളായി മാറാൻ എപ്പോഴാണ്? അതിനനുസരിച്ച് നീ നിന്റെ തീരുമാനം മാറ്റിയാലാണ്. പുറത്തിറങ്ങി പൂച്ച കുറുകെ ചാടി, അപ്പോൾ വണ്ടി അവിടെ നിർത്തി, ഇതിനു വേണ്ടി വേറൊരുത്തം പോയിക്കോട്ടെ, എന്നിട്ട് മാത്രമേ പോവുള്ളൂ. എത്രയോ ആളുകൾ റോഡിൽ ഈ അനുഭവം ഉണ്ടാവും. അത് ചെയ്താൽ അവൻ ആ ശിർക്കിൻ്റെ വിശ്വാസം പേറിയിരിക്കുന്നു. അതേസമയം പിശാച് നിന്റെ മനസ്സിൽ എന്ത് തോന്നിപ്പിച്ചാൽ നീ അത് പരിഗണിക്കാതെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഷർറ് നിന്നെ ബാധിച്ചിട്ടില്ല, അൽഹംദുലില്ലാഹ്. ഒരു പൂച്ചക്ക് നമ്മുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുകയില്ല. ഒരു മൈനയോ വേറെന്തെങ്കിലും പക്ഷിയോ വന്നതുകൊണ്ട് നമ്മുടെ വിധി മാറുകയില്ല. അള്ളാഹുവാണ് വിധി കൽപ്പിക്കുന്നവർ. ഇത് ഷുമാണ്, തശാഉമാണ്, ദുശഗുണം നോക്കലാണ്, ശകുനം നോക്കലാണ്, അത് പാടില്ല. അതേസമയം ശുഭലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ. അപ്പോൾ കുട്ടി വലുതായി അതിന് മക്കളൊക്കെ ഉണ്ടാകുവാൻ മാത്രം ആയുസ് ലഭിക്കുമെന്ന ശുഭസൂചകം, അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ എന്തിലുണ്ട്? കുട്ടിക്ക് കുഞ്ഞത്ത് വിളിച്ചാൽ അതിലുണ്ട്. മൂന്നാമത്തെ അതുകൊണ്ടുള്ള ഗുണം, കുട്ടിക്ക് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകാൻ അത് കാരണമാകും. മനസ്സിലായില്ലേ? ഒരു പിതാവെന്ന രൂപത്തിലുള്ള പേരൊക്കെ വിളിക്കപ്പെട്ടാൽ അബു അബ്ദില്ല, ചെറിയൊരു കുട്ടിക്ക് ആ പേര് കൊടുക്കുക, അതിനെന്തുണ്ടാവും? ഒരു പക്വതയും പാകതയും വരാൻ കാരണമാകും. അത് നല്ല കാര്യമാണ്. മനസ്സിലായില്ലേ? ചെറിയ കുട്ടികൾ അത് ഒരു ഉത്തരവാദിത്വത്തോടെ പെരുമാറുക എന്നത് ആരാണ് ഇഷ്ടപ്പെടാത്തത്? നല്ല പക്വതയുള്ളൊരു കുട്ടിയാണ് എന്ന് ആളുകൾ പറയുക നല്ലതല്ലേ? അപ്പം ഈ വക ഉപകാരങ്ങൾ
കുട്ടികൾക്ക് കുഞ്ഞെത്തി വിളിക്കുന്നതിലുണ്ട്, നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അങ്ങനെ കുഞ്ഞെത്ത് വിളിച്ചിട്ടുണ്ട്, അത് അതിലെ ഗുണപാഠമാണ്. അതുപോലെ കുഞ്ഞെത്തി വിളിക്കാൻ നല്ലത് ആൺമക്കളാണ്. അതേസമയം ആൺമക്കളില്ലെങ്കിൽ പെൺമക്കളിലേക്ക് കുഞ്ഞെത്ത് ചേർത്ത് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനി പെൺമക്കളെ കുഞ്ഞെത്ത് ചേർത്ത് ഒരാൾക്ക് വിളിച്ചാൽ കുറ്റമൊന്നുമില്ല, തെറ്റൊന്നുമല്ല. പക്ഷെ നല്ലത് ഏതാണ്? ആൺകുട്ടിയെ ചേർത്ത് വിളിക്കലാണ്. അതുപോലെ ആൺകുട്ടികളിൽ മൂത്ത ആളെ ചേർത്ത് വിളിക്കലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചോദിച്ചു, എന്ത് അക്ബർ ആരാണ്? 3 മക്കളിൽ വലിയ ആളാണ് ശുറൈഹ്, എങ്കിൽ നിങ്ങൾ അബൂ ശുറൈഹാണ് പറഞ്ഞു എന്ന് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആ പേര് തിരുത്തുകയുണ്ടായി. ഹക്കം എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേരാണ് എന്നതുകൊണ്ട്. ഇത് നോക്കൂ, ഈ അൽ ഹക്കീം എന്ന റബ്ബിൻ്റെ പേരിലെ അടുത്ത സിഫത്തായി നമ്മൾ പറഞ്ഞ സിഫത്ത് ഏതാണ്? ഹുക്മ് പോലെ ഹിക്മത്ത് എന്ന സിഫത്താണ്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അള്ളാഹുവിൻ്റെ യുക്തി. റബ്ബ് ഏത് കാര്യം നിശ്ചയിച്ചിട്ടുണ്ടോ, ഏത് പ്രവർത്തനം നിശ്ചയിച്ചിട്ടുണ്ടോ, എന്ത് കാര്യം ഈ ദുനിയാവിൽ സംഭവിക്കുന്നുണ്ടോ, അതിൻ്റെ എല്ലാം പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. ഇത് പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധയോടെ നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണത്? കാരണം ഒരുപാട് പേർ മതനിഷേധത്തിലേക്ക്, ആ പിഡിത്തത്തിലേക്ക് പോകാനുള്ള ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അവന് മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ കുറിച്ച് അവൻ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വാസ്ലു ദലാലിൽ ഖൽഖി കുല്ലിഹിം, അല്ലെങ്കിൽ സമാനമായ വാക്ക് അദ്ദേഹം പറഞ്ഞത് കാണാം, പടപ്പുകളിലെ ദലാലത്തിൻ്റെ കക്ഷികളുടെ മുഴുവൻ അവരുടെ ദലാലത്തിൻ്റെ അടിവേര് എന്താണ്? അവർ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എല്ലാത്തിലും അതിൽ മുങ്ങിയതാണ്, അതന്വേഷിച്ച് അതിൽ മുങ്ങിപ്പോയതാണ്. യുക്തിവാദം, മതനിഷേധം പ്രചരിപ്പിക്കപ്പെടുന്ന കഥകൾ, നോവലുകൾ, നിരുപദ്രവകരം എന്ന് നമുക്ക് തോന്നുന്ന പല സിനിമകളും, അതിൻ്റെ ഒക്കെ പിന്നിലുള്ള ഗൂഢലക്ഷ്യമാണെന്ത്? ഇതൊക്കെ ദുനിയാവിൽ നടക്കുന്നതൊക്കെ വെറും ഒരർത്ഥവുമില്ലാത്ത കാര്യമാണ് എന്നത് പഠിപ്പിക്കലാണ്. ദുനിയാവിൽ അങ്ങനെ ആളുകൾ ജനിക്കുന്ന ആളുകൾ, മരിക്കുന്ന ആളുകൾ, അങ്ങനെ സംഭവിക്കുന്ന ആളുകൾക്ക് ഇത് യാതൊരു നിയന്ത്രണവുമില്ലാതെ, ഇതിൻ്റെ പിന്നിൽ ഒരു യുക്തിയുമില്ലാതെ ഇങ്ങനെ സംഭവിച്ചു പോവുകയാണ്. ദുനിയാവിൽ യാതൊരു, ഈ ജീവിതത്തിനോ ഈ ലോകത്തിലെ സംഭവങ്ങൾക്കോ ഒരർത്ഥവുമില്ല എന്നത് വളരെ ഗൂഢമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഏത് പല നോവലുകളിലും കഥകളിലും സിനിമകളിലുമൊക്കെ. ആളുകളെ കണ്ടിട്ട് വിചാരിക്കുക അതിലിപ്പോൾ എന്താ ഉള്ളു, ഒന്നുമില്ല, കുറേ തമാശ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രേമകഥ, അല്ലെങ്കിൽ ഒരു 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 കുറ്റാന്വേഷണ കഥ, അങ്ങനെയുള്ള ആളുകൾ വിചാരിക്കും. അല്ല, അതിൽ പലതിലും ഉള്ളിലൂടെ കടത്തുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ കണ്ടു തീർന്നാൽ ഒരുവന് ചിലപ്പോൾ അപ്പോൾ തോന്നണമെന്നില്ല, ദുനിയാവിൽ കാര്യങ്ങൾക്കൊന്നും പിന്നിൽ യാതൊരു അർത്ഥവുമില്ല. ഈ അർത്ഥമില്ലായ്മയിൽ ഒരുത്തൻ എങ്ങനെയാണ് ജീവിക്കുക? അവൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കും, അർത്ഥമില്ലാത്ത ജീവിതമായിരിക്കും. ഇങ്ങനെ ജീവിക്കുക, തിന്നുക, കുടിക്കുക, കളിക്കുക, ഇതായിരിക്കും. അല്ല, മുസ്ലിം വിശ്വസിക്കുന്നു, ഈ ലോകത്ത് സഹോദര ഒരില അനങ്ങുന്നുണ്ടെങ്കിൽ, ഒരില വീഴുന്നുണ്ടെങ്കിൽ, എന്ത് ആളുകളുടെ ജനനത്തിനോ മരണത്തിനോ ഒരു കാറ്റടിക്കുന്നുണ്ടെങ്കിലോ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അവൻ്റെ യുക്തി അതിൻ്റെ പിന്നിലുണ്ട്. ചിലത് നിനക്ക് മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല. അതിൽ ചിലത് അള്ളാഹു നിനക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടാകും, ചിലത് മനസ്സിലാവുകയില്ല. ചിലത് ശാസ്ത്രകാരന്മാർ അതിൽ ചില ഹിക്മത്തുകൾ കണ്ടെത്തിയിട്ടുണ്ടാകും. ചിലപ്പോൾ കണ്ടെത്തിയത് അതിൻ്റെ ചെറിയൊരു ശതമാനമായിരിക്കും, ചെറിയൊരു ശതമാനം. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ശാസ്ത്രം അതിലെ പല പഠനങ്ങളും പറയുന്നുണ്ട്. ഒരു പൂമ്പാറ്റ അതിങ്ങനെ അടിക്കുകയാണ്, അതിൻ്റെ ചിറകടിക്കുകയാണ്. അത് അങ്ങകലെ ഒരു കൊടുങ്കാറ്റിന് കാരണമായേക്കാമെന്ന് അവർ പറയുന്നത്, നമ്മൾ പറയുന്നതല്ല, അവരിൽ പല പഠനങ്ങളും പറയുന്നതാണ്. കാരണം അത് നേരെ പോയി ഒരു കൊടുങ്കാറ്റാകുമെന്നല്ല, മറിച്ച് അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, അതിനുശേഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, ഇത് അവസാനം പോയി ചിലപ്പോൾ എന്താക്കാം, ഒരു ഭൂകമ്പം ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റുണ്ടാക്കിയേക്കാം. യാ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിങ്ങനെ ചിറകിട്ടടി നീ ചിന്തിച്ച് നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു കാര്യവും വെറുതെ നിശ്ചയിച്ചതല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചിലപ്പോൾ അതിൽ
അതിൻ്റെ 1% ആയിരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുക അതിൻ്റെ ഹിക്മത്ത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഹക്കീമാണ്. ഏതേത് കാര്യത്തിലും ഏത് വിധി അള്ളാഹു വിധിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ അവൻ്റെ ഹിക്മത്തുണ്ട്, അവൻ്റെ യുക്തി അതിൻ്റെ പിന്നിലുണ്ട്. അത് പ്രിയമുള്ളവരെ നമുക്ക് ചിലതിൽ മനസ്സിലാകും, ചിലതിൽ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. എന്താണ് ഹിക്മത്ത് എന്നാൽ? ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുക, അതാണ് ഹിക്മത്ത്. ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത്. നോക്കൂ, സൃഷ്ടികൾക്കെല്ലാം അള്ളാഹു അവർക്ക് യോജിച്ച രൂപമാണ് നൽകിയിട്ടുള്ളത്. അവരുടെ ഓരോ അവയവങ്ങളും അതിന് യോജിച്ച രൂപത്തിലാണ്. ഒരു ഏറ്റക്കുറച്ചിൽ അതിൽ നിനക്ക് കാണാൻ സാധിക്കുകയില്ല, അല്ലേ? ചില മതനിഷേധികൾ പറയാറുണ്ട്, നോക്കൂ, ഏതെങ്കിലും വികലാംഗരായി ജനിച്ചവരെയോ അങ്ങനെ വല്ല പോരായ്മകളുള്ളവരെയോ കാട്ടിയിട്ട് പറയും, എന്തിനാണ് ഇയാളിങ്ങനെ പഠിച്ചത്? ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ചോദ്യം ചെയ്യപ്പെടുന്നവനല്ല, അവരാണ് ചോദ്യം ചെയ്യപ്പെടുന്നവർ. അള്ളാഹുവിൻ്റെ മുൽക്കാണ്. നിനക്കെന്തറിയാം? അവൻ അവൻ്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പടക്കും. അതിലെന്തെല്ലാം പാഠമുണ്ട്, അതിലെന്തെല്ലാം ഹിക്മത്തുണ്ട് നിനക്ക് റബ്ബ് കാണിച്ചെറിയാണ്. അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ നിന്നെ ഇങ്ങനെ ആക്കുമായിരുന്നു. അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിന്നെ ഇങ്ങനെ ആക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്ന് മാത്രമല്ല, അത് സംഭവിച്ച ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൽ സബർ കൈക്കൊണ്ടാൽ, ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമാണ്. ഈമാനും ഇഹ്തിസാബും കൊണ്ട് അവൻ അതിനെ നേരിട്ടാൽ പരലോകത്ത് അവനെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അവിടെ ന്യൂനത ഉണ്ടാവുകയില്ല. അവരുടെ മാതാപിതാക്കൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക് അത് പരീക്ഷണമാകും. അവരുടെ പാപം അതുകൊണ്ട് പൊറുക്കപ്പെടാൻ കാരണമാകും. എന്തെല്ലാം ഹിക്മത്തുകൾ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചതിൻ്റെ പിന്നിലുണ്ട്. ചില പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ ഒരാളുടെ വീട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു വികലാംഗനോ അല്ലെങ്കിൽ ഒരു രോഗിയോ ഉള്ളത് ആ കുടുംബത്തിൽ ഒന്നാകെ വലിയ ബറക്കത്തുകൾ അള്ളാഹു നൽകാൻ കാരണമായേക്കും. അവരെ സംരക്ഷിക്കുന്നു, നോക്കുന്നു എന്നത്, അവരെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നത് ആ കുടുംബത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമായി. വലിയ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു ആ ഒരാളെ കൊണ്ട് അവരെ കാത്തേക്കും. മനസ്സിലായി? ഇതൊന്നും വെറുതെ അല്ല, നമുക്കറിയാവുന്ന ചില ഹിക്മത്തുകൾ മാത്രമാണ് ഇതെല്ലാം. അറിയാത്തത് എത്രയോ അതിൽ അധികം ഉണ്ടാകാം. നോക്കൂ, എന്നാൽ മതനിഷേധിയുടെ അവൻ്റെ തലതിരിഞ്ഞ നിലപാട് നോക്കൂ നിങ്ങൾ. ഇത് കണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയല്ല, മറിച്ച് അള്ളാഹിനെ നിഷേധിക്കാൻ പോവുകയാണ്. അവന് നല്ല രൂപം നൽകിയ, ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് നല്ല രൂപം നൽകിയ റബ്ബിൻ്റെ കുറ്റം കാണാനാണ് അവൻ അതിനെ ഉപയോഗിക്കുന്നത്, അള്ളാഹുവിന് ശുക്ർ ചെയ്യാതെ. യാ സുബ്ഹാനല്ലാഹ്, തലതിരിഞ്ഞാൽ അങ്ങനെയാണ്, ഫിത്രത്ത് തലതിരിഞ്ഞു പോയാൽ അങ്ങനെയാണ്. എന്നാൽ നോക്കൂ, അള്ളാഹു പറഞ്ഞത് മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, റഹ്മാനായ റബ്ബിൻ്റെ സൃഷ്ടിപ്പിൽ ഒരേറ്റക്കുറച്ചിലും നീ കാണുകയില്ല. ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ, നീ നിന്റെ കണ്ണൊന്നുകൂടി മടക്കി നോക്കൂ, വല്ല വിടവും നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? സുമ്മ അർജിഇൽ ബസറ കറത്തൈൻ, 2 തവണ വീണ്ടും നോക്കൂ. യൻഖലിബ് ഇലൈക്കൽ ബസർ, കണ്ണ് നിന്നിലേക്ക് തിരിച്ചു വരും. ഖാസിഅൻ വഹുവ ഹസീർ, പരാജിതനായി നിരാശനായി തിരിച്ചു വരും. ആകാശത്തിലേക്ക് നോക്കുക, ഭൂമിയിലേക്ക് നോക്കുക. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത് പരിപൂർണമാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ സിഫത്താണ്, അവൻ പരിപൂർണനാണ് എല്ലാ വിശേഷണങ്ങളിലും എന്നതുപോലെ അവൻ്റെ പ്രവർത്തനങ്ങളും അത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും, പരിപൂർണമായിരിക്കും. അവൻ്റെ വിധിയും അതിലെല്ലാം പിന്നിൽ അവൻ്റെ ഹിക്മത്തുണ്ട്. അവൻ്റെ ദീൻ അവൻ നിശ്ചയിച്ചതിന് പിന്നിൽ റബ്ബിൻ്റെ ഹിക്മത്തുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ, ഈ ഇസ്ലാം, അത് ഓരോ നിയമത്തിനു പിന്നിലും അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. അതെല്ലാം ഖൈറിനു വേണ്ടിയാണ്. ഒരിക്കലും നേരായ ബുദ്ധി, ശരിയായ മനുഷ്യബുദ്ധി അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം അത് വേണ്ടായിരുന്നു എന്ന് പറയുകയില്ല. അള്ളാഹു വിലക്കിയ ഒരു കാര്യം അതെന്തിനാണ് വിലക്കിയത്, അത് വേണ്ടിയിരുന്നു എന്ന് മനുഷ്യൻ്റെ നേരായ ബുദ്ധി പറയുകയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ്റെ ബുദ്ധി പറഞ്ഞാൽ തകരാറ് അവൻ്റെ ബുദ്ധിക്കാണ്, തകരാറ് അവൻ്റെ കൽബിനാണ്. അതാണ് ചികിത്സിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിൽ യാതൊരു പ്രശ്നമോ ഏതെങ്കിലും ഒരു ന്യൂനതയോ അതുകൊണ്ട് എന്തെങ്കിലും ഷർറുണ്ടാവുകയോ ചെയ്യുകയില്ല. അത് ഉണ്ടാവുക ആളുകളുടെ, അത് വല്ല സ്ഥലത്തും ഉണ്ടാകുന്നെങ്കിൽ അത് ആളുകളുടെ കുഴപ്പമാണ്. ഇത് നോക്കൂ, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് കാണാവുന്ന ഇതേപോലെ അള്ളാഹുവിൻ്റെ ഹുക്കുമാണ് പരലോകത്ത് എന്നതുപോലെ അവിടെയും അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. അള്ളാഹു നന്മ ചെയ്തവന് നല്ലത് പ്രതിഫലം നൽകും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, അള്ളാഹു ചോദിച്ചില്ല, ഇഹ്സാനുള്ള പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ്? നന്മക്കുള്ള പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്.
നന്മക്കവൻ നല്ലത് പ്രതിഫലം നൽകുമെന്നത്, തിന്മക്കവൻ അതിന് യോജിച്ച പ്രതിഫലം നൽകും. ثم كان عاقبة الذين أساءوا السوء. സൂഅ് പ്രവർത്തിച്ചവർ, തിന്മ പ്രവർത്തിച്ചവർക്കുള്ള അവരുടെ പരിണിതി അത് സൂ ആയിരിക്കും, അത് മോശമായിരിക്കും. അള്ളാഹു നല്ലവനെയും മോശക്കാരനെയും ദുനിയാവിലോ ആഖിറത്തിലോ ഒരുപോലെ ആക്കുകയില്ല. ദുനിയാവിലോ ആഖിറത്തിലോ അള്ളാഹു അവരെ ഒരിക്കലും ഒരുപോലെ ആക്കുകയില്ല. മറിച്ച് അള്ളാഹു നന്മക്ക് നല്ലത്, തിന്മക്ക് അതിന് യോജിച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഈ പേരുകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു ഹക്കീമാണ്. ആ പേരിൽ അവൻ്റെ ഹുക്കുമുണ്ട്, അവൻ്റെ വിധിയുണ്ട്, അതുപോലെ അവൻ്റെ ഹിക്മത്തുണ്ട്. ഈ രണ്ട് വിശേഷണങ്ങളും. അതുപോലെ അള്ളാഹുവിൻ്റെ പേരാണ് അൽ ഹക്കം, അവൻ വിധികർത്താവാണ്. നേരത്തെ പറഞ്ഞ അബൂ ശുറൈഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുള്ളതുപോലെ അവൻ്റെതാണ് വിധി, അവൻ്റെതാണ് വിധി, അവനാണ് യുക്തിയുള്ളവൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹു അലീം എന്ന പേരിൻ്റെ കൂടെ ഹക്കീം എന്ന് പറഞ്ഞത് കാണാം. അസീസ് എന്ന പേരിൻ്റെ കൂടെ ഹക്കീം എന്ന പേര് പറഞ്ഞത് കാണാം. അള്ളാഹു അറിയുന്നു, അവൻ ആ അറിവനുസരിച്ച് ഓരോരുത്തർക്കും യോജിച്ചത് നൽകുന്ന ഹക്കീമാണ്. അതുപോലെ അവൻ അസീസാണ്, അവൻ ഏറ്റവും പ്രതാപമുള്ളവനാണ്, ഏറ്റവും ശക്തിയുള്ളവനാണ്. അവൻ്റെ തീരുമാനമല്ലാതെ നടപ്പിലാവുകയില്ല. അതേസമയം അവൻ എന്തെങ്കിലും തീരുമാനിക്കുമോ? അർത്ഥമില്ലാത്തതില്ല, അവൻ ഹക്കീമാണ്. എന്നാൽ സൃഷ്ടികൾ എങ്ങനെയായിരിക്കും? അവർക്ക് ചിലപ്പോൾ ശക്തി ഉണ്ടായാൽ അവർ തീരുമാനിക്കുന്നത് തെറ്റായിരിക്കും. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഇസ്സത്തുള്ളവനായിരിക്കെ അവൻ ഹിക്മത്തുള്ളവനാണ്. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ്.